പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. മനുഷ്യജീവന്റെ വില എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവന്റെ വിലയെക്കുറിച്ചാണ് ഏതാനും നിമിഷങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാകരമായ സുവിശേഷം 16 അധ്യായത്തിന്റെ 26 വാക്യം വായിക്കുമ്പോൾ ജീവന്റെ വിലയെക്കുറിച്ച് വളരെ മനോഹരമായി ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകം മുഴുവൻ നേടിയിട്ടും പ്രാണൻ നഷ്ടപ്പെട്ടാൽ അവന്റെ ജീവിതം നിരാശാജനകമായി മാറുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. സർവലോകത്തേക്കാൾ വിലയേറിയതാണ് മനുഷ്യന്റെ ജീവൻ എന്നാണ് ചുരുക്ക ഭാഷയിൽ സുവിശേഷം നമ്മളോട് പറയുന്നത്. 49 സങ്കീർത്തനത്തിന്റെ 15 വാക്യം പരിശോധിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ മനുഷ്യജീവനെ കുറിച്ച് വളരെ സുന്ദരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവനെ വീണ്ടുകൊള്ളാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്. സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ ജീവന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. അത്രമേൽ വിലയേറിയതാണ് മനുഷ്യന്റെ ദൈവദാനമായ ജീവിതം, ജീവൻ എന്ന് പറയുന്നത്. 49 സങ്കീർത്തനത്തിന്റെ 9 വാക്യം പരിശോധിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ കുറെ കൂടി വിശാലമായി പറയുന്നു, പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. മനുഷ്യന്റെ ജീവനെ വീണ്ടെടുക്കുക എന്നുള്ളത് അമൂല്യമായ ഒരു കാര്യമാണെന്ന് സങ്കീർത്തനക്കാരൻ മനസ്സിലാക്കുകയും നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. 1 പത്രോസ് 1:8 ഇപ്രകാരം ജീവന്റെ വിലയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് നമ്മുടെ കർത്താവും രക്ഷിതാവുമാവുന്ന യേശുക്രിസ്തുവിന്റെ ജീവനാണ്. പത്രോസ്ലീഹ പറയുകയാണ്, നമ്മുടെ ജീവനെ വീണ്ടെടുത്തത് കർത്താവിന്റെ ജീവൻ നൽകിയാണ്. അത്രമേൽ വിലമതിക്കുന്നതാണ് മനുഷ്യന്റെ ജീവനെന്ന് സ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലേവ്യ പുസ്തകം 7 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ ജീവൻ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു രക്തം ചീന്തി നമുക്ക് രക്ഷ കരഗതമാക്കി തന്നത്. അവന്റെ ജീവനെ മനുഷ്യകുലത്തിനു വേണ്ടി ഹോമിച്ചു എന്ന് വചനം നമ്മോട് പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ജീവിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമായത്. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. അല്ല, ഇനി മരണമാണ് എന്നെ കാത്തിരിക്കുന്നതെങ്കിൽ അത് ക്രിസ്തുവിനെ പ്രതി ഞാൻ ലാഭമായി എണ്ണുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജീവന്റെ വില എത്രമേൽ വിലയേറിയതാണെന്ന് ഈ വാക്യം നമ്മളോട് സംസാരിക്കുകയാണ്. കൊലോസ്യ ലേഖനത്തിന്റെ 3 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ കുറെ കൂടി മനുഷ്യജീവനെ ചിത്രീകരിച്ച് കാണിക്കുന്നുണ്ട്. മനുഷ്യന്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ്. നമ്മുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിലാണ് നമ്മളുടെ ജീവൻ ഉൾച്ചേർന്നിരിക്കുന്നതെന്ന സത്യം കൊലോസ്യ സഭയോട് അപ്പോസ്തലനായ പൗലോസ്ലീഹ വെളിപ്പെടുത്തുകയാണ്. കൊലോസ്യ ലേഖനത്തിന്റെ 3 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നു, നമ്മുടെ ജീവനായ ക്രിസ്തു ആണ് ഏറ്റവും വിലയേറിയത്.
ക്രിസ്തുവാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവന്റെ അടിസ്ഥാനം എപ്പോഴും ക്രിസ്തുവിൽ അധിഷ്ഠിതമാണ്. കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിൽ അധിഷ്ഠിതമായി ജീവന്റെ വിലയറിഞ്ഞ് ഒരു സാക്ഷ്യ ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പുതിയ ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. Morio